വെളുത്തു വടിവൊത്ത ശരീരം, ഒത്ത പൊക്കം, കണങ്കാൽ വരെ നീണ്ടുകിടക്കുന്ന മുടി, കരിനീല കണ്ണുകൾ, ഇതൊക്കെയായിരുന്നു അവളുടെ സൗന്ദര്യം. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലാതിരുന്ന അവൾ അയൽവാസിയും വകയിലെ ബന്ധുമായ രത്നാകരന്റെ വീട്ടിൽ അടുക്കള ജോലിക്കും മറ്റുമായി സഹായത്തിനു പോയി. രത്നാകരന് അന്ന് വയസ്സ് 24. അദ്ദേഹത്തിന് സുമതിയുടെ സൗന്ദര്യത്തിൽ പ്രണയം തോന്നുകയും അവർ പരസ്പരം പ്രണയത്തിലാവുകയും ചെയ്തു. ആ ബന്ധം വളർന്നു. ഒടുവിൽ അവൾ ഗർഭിണിയായി. ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ഇവളെ ഒഴിവാക്കാനായി രത്നാകരൻ ശ്രമം തുടങ്ങി. രത്നാകരനെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പിച്ച തീരുമാനത്തിൽ അവളുമിരുന്നു. അവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ രത്നാകരൻ അവളെ എന്നേക്കുമായി ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു. ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രത്നാകരൻ തന്റെ അംബാസിഡർ കാറിൽ അവളെയും കയറ്റി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. വാഹനം കുറച്ചുനേരം പിന്നിട്ടപ്പോൾ വഴിയിൽ നിന്ന് മറ്റൊരു സുഹൃത്തും കാറിൽ കയറി. തിരുവാതിര കാണാൻ കൂട്ടുകാരനും കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം അവളോട് പറഞ്ഞിരുന്നു. എന്നാൽ കാർ കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം ഉൾക്കാട്ടിലെ ഒരു വനത്തിലേക്ക് കയറി. ഇതുവഴി പോകാൻ വളരെ എളുപ്പമാണെന്ന് അവളെ പറഞ്ഞ് അവർ വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ച അവൾ അവർക്കൊപ്പം യാത്ര തിരിച്ചു. മൂവരും പാതിരാത്രിയിൽ വനത്തിലൂടെ 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നു. ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അവൾക്ക് താൻ ചതിയിൽപ്പെട്ടു എന്ന് മനസ്സിലായി. വനത്തിൽ കിടന്ന ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അവളെ ഇല്ലാതാക്കാനുള്ള ത്വരയോടെ രണ്ടുപേരും സുമതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ പലതവണ അവൾ കുതിരയോടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കെട്ടിയും വനത്തിലൂടെ വലിച്ചഴിച്ചും അതിക്രൂരമായി അവളെ കൊലപ്പെടുത്തി. അറുംകൊല ചെയ്യുന്നതിനിടയിൽ അവൾ പലതവണ രത്നാകരനോട് കേണുവീണപേക്ഷിച്ചു. തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടെങ്കിലും ദയ കാട്ടണമെന്നും ജീവനോടെ വിടണമെന്നും അവൾ അപേക്ഷിച്ചു. പക്ഷേ അവന്റെ ആ ക്രൂര മനസ്സ് അതിനനുവദിച്ചില്ല. ഈ കൊലപാതകം നടത്തിയത് മൈലമ്മൂട് എന്ന സ്ഥലത്താണ്. അവിടെ ഒരു എസ് വളവുണ്ട്. ഈ വളവ് പിന്നീട് സുമതി വളവായി മാറി. യക്ഷിക്കഥകൾ ഇഷ്ടപ്പെടുന്ന മനസ്സിലേക്ക് അങ്ങനെ സുമതി എന്ന യക്ഷിയും സുമതി വളവും ഇടം നേടി. കള്ളിയങ്കാട്ട് നീലി വായ്മൊഴി വഴക്കത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഇടം പിടിച്ച കഥാപാത്രമാണ്. പക്ഷേ സുമതി ജീവിച്ചിരുന്ന വ്യക്തിയും. ഇതുതന്നെയാണ് ഈ കഥയുടെ പ്രധാന വ്യത്യാസം. സുമതിയുടെ കഥയും പ്രണയത്തിൽ മുങ്ങിയ പ്രതികാര കഥ തന്നെയാണ്. സുമതി വളവിലെ യക്ഷിയുടെ കഥയിലെ സത്യവും മിഥ്യയും തേടി ഇനിയും യാത്രകൾ തുടരുകയാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കഥകൾക്കായി ഇനിയും കാതോർക്കാം. ശാന്തിലാസ് പാരഡൈസ്.